നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ആശ്വസിക്കാം. രാഹുലിനെ കല്ലെറിഞ്ഞവർക്ക് ദീർഘനിശ്വാസവും ഇടാം. രാഹുലിനെ ആക്ഷേപിച്ചവർക്ക് ഇന്നും ആ ആക്ഷേപശരങ്ങൾ അവരെ തുറന്നുകൊണ്ടിരിക്കുമ്പോഴും മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ബലാത്സംഗ കേസ്, ഒന്നാം ബലാത്സംഗം, രണ്ടാം ബലാത്സംഗം, മൂന്നാം ബലാത്സംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ എപ്പോഴും ഏത് സമയത്തും ട്രോൾ ചെയ്യുമ്പോഴും റോൾ ചെയ്യുമ്പോഴും എന്നുവെച്ചാൽ ഏതൊക്കെ രീതി അവനെ ചുരുട്ടാൻ ആ രീതിയിലൊക്കെ ചുരുട്ടാനുള്ള ശ്രമം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നാമത്തെ പീഡന പരാതിയിന്മേൽ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു. അതിനകത്ത് പോലും മുൻകൂർ ജാമ്യം നൽകി എന്ന കോടതിയുടെ ഉത്തരവ് വാർത്തയായി കൊടുക്കുമ്പോൾ പോലും മലയാളത്തിലെ മാധ്യമങ്ങൾ വിട്ടുപോകാതെ പോയ ചില കാര്യങ്ങളുണ്ട്. കർശന ഉപാധികളോടെ ജാമ്യം നൽകി എന്നൊക്കെയാണ് അവരിന്ന് വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു കേസെന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടവും വിവാഹിതയായ ഒരു സ്ത്രീയും തങ്ങളിൽ ശാരീരിക ബന്ധം ഒന്നിലധികം തവണ ഉണ്ടാവുകയും ആ യുവതി രാഹുൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ വെച്ചും 1-2 ദിവസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ലൈംഗിക ബന്ധം ഉഭയകക്ഷി പ്രകാരമാണെന്നുള്ളതും അതിനുശേഷം അവരുടെ ഇടയിൽ വന്നിട്ടുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങളും സൗന്ദര്യപ്പിണക്കങ്ങളും കാരണം അയാൾ മൊബൈൽ അയാളുടെ നമ്പർ ലോക്ക് ചെയ്യേണ്ടി വരികയും അതിനുശേഷം താൻ ഗർഭിണിയാണെന്നും ആ ഗർഭം അലസിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞ് ആദ്യം ഒരു വോയിസും പിന്നീട് കുറേ ചാറ്റും പുറത്തിടുകയും മലയാളത്തിലെ എക്കാലത്തെയും പ്രഗത്ഭയും സ്ത്രീപക്ഷവാദിയും എന്നൊക്കെ വിശ്വസിക്കുന്ന സുജയ പാർവതിയും ലക്ഷ്മി പത്മയും ചേർന്ന് അതിനെ കൊടുമ്പിരിക്കൊള്ളുകയും യൂത്ത് കോൺഗ്രസിലെ കുറേ വനിതാ നേതാക്കന്മാർ ഷാഹനാസ് ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഹനീഫ് അസ്കർ ഉൾപ്പെടെയുള്ള CPMകാർ ഒപ്പം അങ്ങനെ പലരും ഉള്ള ആരാണിതിന് പിന്നിൽ എന്നുള്ള കാര്യം കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നതിനെ ഒരു മയപ്പെടുത്തി ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഒന്നാമത്തെ രാഹുലിൻ്റെ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ കേസിൻ്റെ മുൻകൂർ ജാമ്യത്തിലാണ് ഹൈക്കോടതി വിധി കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ 75-20-25 എന്ന ബാറിൽ 75-25 നമ്പറായി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ ആദ്യം ജില്ലാ കോടതിയിൽ പോവുകയും ജില്ലാ കോടതിയിൽ വെച്ച് ജാമ്യത്തിന്മേൽ വിധി രാഹുലിന് അനുകൂലമാകുന്ന അവസ്ഥയിൽ എവിടുന്നോ ഒരു രണ്ടാം പരാതിക്കാരിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും അതിൻ്റെ പുറത്ത് FIR ഇടുകയും അത് കോടതിയിൽ കാണിക്കുകയും ചെയ്യുകയും അതിനകത്ത് രാഹുലിന് ജാമ്യം കിട്ടുമ്പോൾ ആദ്യത്തെ കേസിൽ രാഹുലിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. ആ ജാമ്യം നിഷേധിക്കപ്പെടാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ ചെയ്ത കളിയാണെന്നാണ് ഇന്ന് പുറത്തു വരുന്ന കാര്യം. അതിന് CPMനും BJPക്കും ഒക്കെ പാലക്കാട്ടുള്ള ചില BJP നേതാക്കന്മാർക്കും കോൺഗ്രസിനും CPMനുമൊക്കെയുള്ള ഒരു കൈ അതിന് പിന്നിലുണ്ടെന്നുള്ള വാർത്ത കൂടി പുറത്തു വരികയാണ്. ആ സാഹചര്യത്തിൽ അതിനെതിരെ ഹൈക്കോടതിയിൽ രാഹുൽ പോവുകയും രാജീവ് എന്ന ക്രിമിനൽ ലോയർ ആ കേസ് ഏറ്റെടുക്കുകയും മാസങ്ങൾ നീണ്ട ഇടവേളകൾക്ക് ശേഷമാണ് ഈ കേസിൽ ഇന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഡിസംബറിലാണ് ഈ കേസ് ഫയൽ ചെയ്തത്. പക്ഷേ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഒരു മുൻകൂർ ജാമ്യത്തിൽ കേസിൽ കോടതി വിധി പറയാൻ കാരണം എന്ന് തോന്നുന്നത്. വിധി അന്ന് പറയാതിരുന്നപ്പോൾ തന്നെ നമുക്കറിയാം മുൻകൂർ ജാമ്യം ലഭിക്കും എന്നുള്ളത്. ബെയിൽ ആപ്ലിക്കേഷൻ 14-427/2025 ആയിട്ടായിരുന്നു കോടതി ഈ കേസ് കേട്ടത്. 2-3 ദിവസങ്ങൾ മാറ്റിവെക്കുകയും നോട്ട് ടു അറസ്റ്റ് എന്നത് കോടതി വിധി വാദം കേൾക്കുന്ന ഫൈനൽ വിധി വാദം കേൾക്കുന്ന ഒരു ദിവസം വരെ മാത്രമേ കോടതി കൊടുത്തിരുന്നുള്ളൂ. എന്നിട്ട് പോലും മുൻകൂർ ജാമ്യം ഇല്ലാത്ത അവസ്ഥയിൽ പോലും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അങ്ങനെ ഇന്ന് രാവിലെ ഈ കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നു. മാധ്യമങ്ങൾ കർശന ഉപാധികളെന്ന് പറയുന്നത് എല്ലാ കേസുകളിലുമുള്ള കാര്യം തന്നെയാണ്. ഇതിനകത്ത് ഒരു മൊബൈലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. മൊബൈൽ ഹാജരാക്കണമെന്ന് കോടതി മൊബൈൽ കൊടുത്തേക്കാൻ പറഞ്ഞു. പക്ഷേ മൊബൈൽ ആരുടെയിലാണ്? മൊബൈൽ ഓൾറെഡി SITയുടെ കയ്യിൽ തന്നെയുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പിടിച്ചെടുത്ത 2 മൊബൈലാണ്. ഒന്ന് സാംസങ്ങിൻ്റെ ഒന്ന് ഐഫോണും ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ 2 ഫോൺ ഓർഡറിലുണ്ട്. ഇനി അത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് പാസ്പോർട്ട് ജാമ്യത്തിന് വേണ്ടി മുൻകൂർ ജാമ്യം ഇവിടെ ചെല്ലുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത സമയത്ത് കോടതിയിൽ ഈ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിൻ്റെ പാസ്പോർട്ട് ഹാജരാക്കണമെന്നുണ്ട്. അതെല്ലാ കേസിലും എല്ലാ പ്രതികളോടും പറയുന്നതാണ്. രാഹുൽ ഒരു ജനപ്രതിനിധിയും പൊതുപ്രവർത്തനമായതുകൊണ്ട് അയാൾ ഗൾഫിൽ പോകണമെങ്കിൽ കോടതിയുടെ അനുമതിയോടുകൂടി അതിൻ്റെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്നതാണ്. 16/2/2025 ക്രൈംബ്രാഞ്ചിൻ്റെ മുമ്പിൽ SITയുടെ മുമ്പിൽ രാഹുലിനോട് ഹാജരാകാനും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കർശന ഉപാധികളായി പുറത്തു വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് വൈകിട്ടത്തേക്കൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 3 കേസിലും രാഹുൽ മാങ്കൂട്ടം സർവത്ര സ്വതന്ത്രനായി കോടതിയുടെ അണ്ടറിൽ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കോടതി ജാമ്യം കൊടുക്കുമ്പോൾ കോടതിയുടെ കസ്റ്റഡിയിൽ തന്നെയാണ് രാഹുൽ എന്നുള്ളതാണ് സത്യം. ഇനി ഇതിൻ്റെ പുറത്ത് ഈ ജാമ്യം റദ്ദ് ചെയ്യാൻ വേണ്ടിയുള്ള കളികളൊക്കെ നടത്തുമോ എന്നുള്ള കാര്യം രണ്ടാമതാണ്. ഇനി അതല്ല 3 കേസിലും ജാമ്യം കിട്ടിയതുകൊണ്ടും അടുത്ത ഒരു പോക്സോ കേസോ അങ്ങനെയുള്ള കേസുകളെല്ലാം കൊടുക്കാൻ പറ്റുമോ എന്ന കാര്യം കൂടി ഈ ഭരണകക്ഷികളും കോൺഗ്രസ്സിലെ രാഹുലിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും രാഹുൽ വരണ്ട എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരും കുറേ ചേച്ചിമാർ പുറത്തുണ്ടല്ലോ അവരെല്ലാം കൂടി ചെയ്യുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എന്തായാലും തൽക്കാലം രാഹുലിന്
പൂർണ്ണ ആശ്വാസമായിരിക്കുന്നു. 1, 2, 3 കേസുകളിൽ രാഹുലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിൽ 2 കേസിൽ അറസ്റ്റിലാവാതെ കിട്ടിയ മുൻകൂർ ജാമ്യം, ഒരു കേസിൽ കരുതിക്കൂട്ടി ഏറ്റവും മ്ലേച്ഛമായ രീതിയിലുള്ള പരാതി കൊടുത്ത ഒരു സ്ത്രീ, അതായത് റൂമെടുത്ത് താമസിപ്പിച്ച് കൂടെ കിടന്നതിന് ശേഷം അങ്ങോട്ട് ഗിഫ്റ്റും കൊടുത്തതിന് ശേഷം, ഗിഫ്റ്റ് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കുകയും പീഡിപ്പിച്ചതിൻ്റെ 6ാമത്തെ ദിവസം ഒരു 10,000 രൂപ കൊടുക്കുകയും ഒക്കെ ചെയ്ത ആൾ, പിന്നീട് ഒരു 10,000 രൂപ കൂടെ 2 പ്രാവശ്യം കൊടുത്ത കേസാണുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലെ പൂർണ്ണ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കുകയാണ്. അത് കിട്ടിയാലൂടെ നമുക്കത് വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടി. ചാനലുകാർ പറയുന്നത് പോലെ ബലാത്സംഗ കേസിലാണ്. ഓക്കെ, അത് സമ്മതിച്ചിരിക്കുന്നു. ആരോപണമല്ല, ബലാത്സംഗ കേസാണ്. പക്ഷേ ഇവിടെ രാഹുൽ ഭരണഘടനാനുസൃതമല്ലാത്ത ഒന്നും താൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് കോടതി അടിവരയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിവാഹബന്ധത്തിലുള്ള ഒരു സ്ത്രീയും മറ്റൊരു പുരുഷൻ തങ്ങൾ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവർ തങ്ങൾ എതിർക്കുന്ന സമയത്ത്, പിണക്കം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ബലാത്സംഗമാക്കി ചിത്രീകരിക്കാൻ പറ്റില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന് ഒന്നുകൂടി അടിവരയിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ രാഹുൽ പറഞ്ഞത് ശരിയാണ്, രാഹുലാണ് ശരി എന്ന് ഒരിക്കൽ കൂടി കോടതി തെളിയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. രാഹുലിനെ ന്യായീകരിച്ചല്ല, രാഹുൽ തെറ്റുകാരനാണെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.